നമസ്കാരം. ഇനി മണിക്കൂറുകൾ മാത്രം ഭരണ തുടർച്ചയെന്ന് LDF പറയുന്നു. അധികാരത്തിലെത്തുമെന്ന് UDFും പറയുന്നു. ജനവിധി കാത്ത് രാഷ്ട്രീയ കേരളം തുടരുകയാണ്. കണക്കുകൂട്ടലുകളും ഉദ്യോഗവും നിറഞ്ഞ 25 ദിവസത്തെ കാത്തിരിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കേരളം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. പിന്നീട് EVM വോട്ടുകളും എണ്ണി തുടങ്ങും. ആദ്യ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഫലസൂചനകൾ വന്നു തുടങ്ങും. 9 മണിയോടെ ഓരോ മണ്ഡലത്തിലെയും ട്രെൻഡ് വ്യക്തമാകും. ആദ്യ 2-3 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ തന്നെ ഓരോ മണ്ഡലത്തിലെയും ചിത്രം തെളിയും. 11-12 മണിയോടെ സംസ്ഥാനം ആർക്കെന്ന് ഏറെക്കുറെ വ്യക്തമാവുകയും ചെയ്യും. വോട്ടെണ്ണൽ നടപടികൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. 43 മണ്ഡലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ EVMലെ വോട്ടുകൾ എണ്ണാൻ പരമാവധി 14 ടേബിളുകൾ വീതമുണ്ടാകും. ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുക. സ്ഥാനാർത്ഥികളുടെയോ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ 8 മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടെ വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കും. ഒബ്സർവറുടെ സാക്ഷ്യപത്രത്തോടെയാകും സ്ട്രോങ് റൂമുകൾ തുറക്കുക. തർക്കങ്ങൾ ഒഴിവാക്കാൻ സ്ട്രോങ് റൂം തുറക്കുന്ന നടപടികൾ ഉൾപ്പെടെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യും. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ നിർദ്ദേശമാണുള്ളത്. പരിശീലനം നേടിയ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ ജോലികൾക്കായുള്ളത്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഇനി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. 25 ദിവസത്തെ കാത്തിരിപ്പുണ്ട്. മുന്നണികൾക്കും മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഒപ്പം തന്നെ കേരളത്തിലെ ഓരോ ആളുകൾക്കും ആ ആകാംക്ഷയുണ്ട്. കേരളം ആര് ഭരിക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തുടർ ഭരണം ഉറപ്പാണെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. ചുരുങ്ങിയത് 75 സീറ്റെങ്കിലും നേടി ഭരണത്തിൽ തുടരും എന്നതാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസമെങ്കിൽ 85-ന് മുകളിൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നാണ് UDF ഉറപ്പിക്കുന്നത്. തരംഗമെങ്കിൽ 100 സീറ്റ് വരെ കിട്ടുമെന്ന കണക്കുകൂട്ടലും UDFനുണ്ട്. എക്സിറ്റ് പോളുകളുടെ ആവേശത്തിലാണ് NDA. നിയമവും കഴക്കൂട്ടവും ഉറപ്പിക്കുന്ന BJP ഏതാനും ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ജയവും പ്രതീക്ഷിക്കുന്നുണ്ട്. 3 മുന്നണികളെ സംബന്ധിച്ചും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നത് നമുക്കറിയാം. LDF പരാജയപ്പെട്ടാൽ രാജ്യത്ത് ഒരിടത്തും ഭരണമില്ലാത്തവരായി ഇടതുപക്ഷം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തുടരെ 10 വർഷം പ്രതിപക്ഷത്തിരിക്കുന്ന ശേഷവും ഭരണം പിടിക്കാനായില്ല എങ്കിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ വലിയ ആഘാതമാകും ആ തോൽവി. ഘടകകക്ഷികൾ അസ്വസ്ഥരാകും. സംസ്ഥാനത്തെ UDF സംവിധാനം തന്നെ ഉലയുന്ന സ്ഥിതി അതുണ്ടാക്കിയേക്കാം. ഇത്തവണയെങ്കിലും നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ NDAയുടെ നിലയും പരുങ്ങലിലാകും. ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. എല്ലാ മുന്നണികളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനം വിധിച്ചത് എന്ത് എന്നറിയാൻ. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുകയാണ്. ശ്രീ N ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, അൻവർ ഷാ പാലോട്, ഇടത് സഹയാത്രികൻ, അനുരാജ്, BJP സഹയാത്രികൻ എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അൻവർ ഷാ പാലോട്. ഇടതുപക്ഷം ഭരണ തുടർച്ചയുണ്ടാകും എന്ന പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇന്നും CPM സംസ്ഥാന സെക്രട്ടറി അതിന്റെ സാധ്യതകൾ പറയുന്നു. ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഭരണ തുടർച്ചയുടെ സാധ്യതയെ താങ്കൾ കാണുന്നത്? കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം. ഓക്കെ. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും LDFും എല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ 3ാം തവണയും LDF സർക്കാരിന് ഒരു അവസരം നൽകും എന്ന് കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ പ്രകടനമുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് LDFന്റെ കയ്യിലിരിക്കുന്ന സിറ്റിംഗ് സീറ്റുകളെ സംബന്ധിച്ച് കൃത്യമായ വിലയിരുത്തലുകളുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തലുണ്ട്. ഇതെല്ലാം വിലയിരുത്തിയതിനു ശേഷമാണ്, അതൊരു എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, നമ്മൾ മെയ് 4-ാം തീയതി ഒരു എക്സാക്ട് പോളിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് LDFന് തുടർച്ചയായിട്ട് 3ാം തവണയും അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണുള്ളത്. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് UDF കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ ഇല്ലാത്തതിനാൽ അവരെ ജനങ്ങൾ തിരികെ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്ക്. കഴിഞ്ഞ 5 വർഷത്തിന് മുൻപേ നടന്ന തെരഞ്ഞെടുപ്പിൽ 2021 നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് തലേ ദിവസം വരെയും അന്ന് രാവിലെ വരെയും
രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാർക്ക് ഇതേ ശുഭപ്രതീക്ഷയായിരുന്നു. 5 വർഷം കഴിയുമ്പോൾ ജനങ്ങൾ മാറ്റി പരീക്ഷിക്കും. അപ്പം നമ്മൾ എന്ത് ആരോപണം ഉന്നയിച്ചാലും അതൊക്കെ ജനങ്ങൾ കേൾക്കുകയും നമുക്ക് വോട്ട് തരികയും ചെയ്യും എന്ന് വിചാരിച്ചിടത്ത് നിന്നാണ് 91 സീറ്റിൽ നിന്ന് UDFന്റെ 7 സീറ്റുകൾ കൂടി അധികം പിടിച്ചുകൊണ്ടാണ് ഏകദേശം 99-98 സീറ്റിലേക്ക് LDF രണ്ടാമതും വന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് 90 സീറ്റാണ് പ്രാഥമികമായി കണക്ക് കൂട്ടിയേക്കുന്നത്. ആ 90 സീറ്റിലേക്കൊക്കെ എത്താനുള്ള സാഹചര്യവും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മൂന്നാമതും LDF അധികാരത്തിൽ വരും. കേരളത്തിൽ കൃത്യമായിട്ടുള്ള വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. ബാക്കിയൊക്കെ നാളെ മെയ് 4-ാം തീയതിയാണ്. നാളെ കുറച്ച് മണിക്കൂറുകളും കൂടെ ഉള്ളൂ. ആര് തോക്കും ആര് ജയിക്കും എന്നൊന്നും, ഏത് MLA ജയിക്കും MLA തോക്കും എന്നൊന്നൊക്കെ അത് ജനങ്ങളാണ് വിധി എഴുതിയത്. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് മൂന്നാമതും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. അൻവർ ഷാ പാലോട്, സ്ത്രീ വോട്ടർമാർ വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് മനസ്സിലാകുന്നത്. നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ സ്ത്രീ വോട്ടർമാർ എല്ലാ കാലത്തും നിർണായകമായിരുന്നു. പകുതിയിലധികം വരുന്ന സ്ത്രീ വോട്ടർമാരുണ്ട്. അവർ ആവേശപൂർവ്വം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആർക്കും അനുകൂലമാകാം സാഹചര്യങ്ങൾ. അതായത് ഈ പ്രധാനപ്പെട്ട 2 മുന്നണികളും വെച്ചിരിക്കുന്ന പ്രകടന പത്രിക, അവർ അതിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്നത് ഏകദേശം ഒരുപോലെയുള്ളതാണ്. അപ്പോൾ അതിൽ ഏതാണ് സ്ത്രീകളെ ആകൃഷ്ടരാക്കിയത് എന്ന കാര്യം നമുക്കിപ്പോൾ വ്യക്തമല്ല. എന്തായാലും അത് വിധിയായി രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ എന്താണ്? സ്ത്രീ വോട്ടർമാർ ഒപ്പമുണ്ടാകും ഇത്തവണയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഈ വർഷങ്ങളിലായി, കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് LDF അധികാരത്തിലേക്ക് വരുമ്പോഴെല്ലാം തന്നെ സ്ത്രീകൾ അവരുടെ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ്, LDF സർക്കാർ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് LDF പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന സ്ത്രീകൾക്ക് 1000 രൂപ, മറ്റ് പെൻഷനൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് 1000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നുള്ളത്. അതൊക്കെ അവരുടെ അക്കൗണ്ടിൽ കിട്ടി. അവർക്കത് കൃത്യമായിട്ട് അറിയാം ആരാണ് വാക്ക് പാലിക്കുന്നത് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ UDF പറയുന്നത് അവർ അധികാരത്തിൽ വന്നാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് സ്ത്രീകളോട് നിരന്തരം ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളോട് ചോദിച്ചു, നിങ്ങൾക്ക് UDF വന്നാൽ ഇത് കിട്ടുമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ അധികാരത്തിൽ വരാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതല്ലേ, അതൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളിപ്പോൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ KSRTC ബസ്സുകളിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ TV ഉണ്ട്, അതിൽ ആസ്വദിച്ചു പോകാനായിട്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട്, AC ഉള്ള ബസ്സുകൾ വരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ പൊതു ഗതാഗത സംവിധാനം ഉപയോഗിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്കറിയാം ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം തന്നെ നശിച്ചു പോകുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വാഗ്ദാനങ്ങളല്ല സ്ത്രീകൾ അംഗീകരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരെ ആരാണോ ചേർത്ത് പിടിക്കുന്നത്, ഇപ്പോൾ അവരുടെ വീട്ടിൽ പെൻഷൻ 60 വയസ്സിന് മുകളിലുള്ള ഒരു അച്ഛനും അമ്മയും ഉണ്ട് എങ്കിൽ ആ സ്ത്രീ അടക്കമുള്ള അമ്മയ്ക്ക് പെൻഷൻ 3000-നടുത്ത് കിട്ടുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ അത് ആരാണോ കൊടുക്കാൻ വില്ലിങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ 10 വർഷം കൊണ്ട് സ്ത്രീകൾ LDFനോടൊപ്പമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് LDFന് അനുകൂലമാകും എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് സംസാരിക്കുന്നവരാണ് UDF? അവരുടെ ഒരു MLA വരെ സ്ത്രീ പീഡനത്തിന് ഈ പറയുന്ന ഏറ്റവും അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? കേസിൽ പെട്ടിങ്ങനെ കേസുമായി മുന്നോട്ട് പോകേണ്ട സ്ഥിതിയാണ്. അപ്പം അതുകൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുന്നത് ആര്, സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നത് ആര്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാ എന്നൊക്കെ കേരളത്തിലുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം. അതുകൊണ്ട് സ്ത്രീകൾ LDFനോടൊപ്പം തന്നെയാകും എന്ന് തന്നെയാണ് വിശ്വാസം. ശരി, എന്തായാലും ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും ഇടത് ക്യാമ്പ് പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. തുടർ ഭരണത്തിനുള്ള സാധ്യതകളുണ്ട് എന്നത് അവർ കണക്കുകൾ നിരത്തി തന്നെ പറയുന്നു. വലിയ ഭൂരിപക്ഷത്തിലല്ല എങ്കിലും ഭരണ തുടർച്ച ഉറപ്പ് എന്നതാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ശ്രീ N. ശ്രീകുമാർ, 25 ദിവസത്തെ കാത്തിരിപ്പുണ്ട് വോട്ടിടലിനും ഇപ്പോൾ വോട്ടെണ്ണലിനും ഇടയിൽ. ആ 25 ദിവസത്തെ കാത്തിരിപ്പിൽ താങ്കൾ ഏറെക്കുറെ സമയം ഈ ചാനൽ ചർച്ചകളിൽ ചെലവഴിച്ചത് മുഖ്യമന്ത്രിയാകാനുള്ള കോൺഗ്രസിലെ ആളുകളുടെ തർക്കം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലായിരിക്കും. എന്തായാലും ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഏറ്റവും അവസാനവും
85-ന് മുകളിൽ തരംഗമുണ്ടെങ്കിൽ 100-നടുത്ത് സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്ന വലിയ ആത്മവിശ്വാസമാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ഇനി യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള സമീപനങ്ങൾ ആകാമെന്ന് കരുതുന്ന മണിക്കൂറുകളാണ്. ഈ ഘട്ടത്തിൽ UDF-ന്റെ തിരിച്ചുവരവിന് ആത്മവിശ്വാസം പകരുന്ന എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നു? നോക്കൂ ശ്രീമതി രേണുക, UDF-ന് തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം തിരിച്ചു വരണോ വേണ്ടേ എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ പഴയ കാലത്ത് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആനുകൂല്യങ്ങളോ അങ്ങനെ ഒരുപാട് വിഷയങ്ങളോ ഒന്നും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ ഉള്ളത് പെട്ടിയിലായ വോട്ട് നാളെ പുറത്തേക്ക് വരുമ്പോൾ ആര് ജയിക്കുമെന്നുള്ളതാണ്. അതിലിപ്പോ ശ്രീ അൻവർ ഷാ പാലോട് പറഞ്ഞ അവരുടെ ഒരു താല്പര്യം, അവരുടെ സ്ത്രീകളൊക്കെ അവർക്കൊപ്പമാണ് നിൽക്കുന്നത്, അതുപോലെ അവരുടെ നല്ല കാര്യങ്ങളൊക്കെ സ്ത്രീകളും അതുപോലെ വോട്ടർമാരൊക്കെ അംഗീകരിച്ചു എന്നൊക്കെ അവർ പറയുന്നു. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ LDF 10 വർഷം ഭരിച്ചതിന് ശേഷം ഉണ്ടാക്കിയെന്ന് പറയുന്ന നേട്ടങ്ങൾ എന്ന് വെച്ചാൽ അവർക്കൊരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി ഉണ്ടായിരുന്നില്ല, അവർക്കൊരു മുഖ്യമായ ഒരു പൊക്കി കാണിക്കാൻ പറ്റാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല, ഉയർത്തി കാണിക്കാൻ പറ്റാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്കുള്ളത് അവർ സാധാരണ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ദൈനംദിന കാര്യങ്ങൾ മാത്രമാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തന്നെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നടപ്പാക്കാനുമായില്ല. ക്ഷേമ പെൻഷൻ കൃത്യമായി 2500 കൊടുക്കുമെന്ന് പറഞ്ഞ് അതിലേക്ക് എത്തിക്കാനും കഴിഞ്ഞില്ല. അപ്പോഴാണ് UDF ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയുമായിട്ട് 5 ഗ്യാരണ്ടി, ഈ 5 ഗ്യാരണ്ടി വന്ന ശേഷം അതിന്റെ ബദലായിട്ട് എന്തെങ്കിലും വയ്ക്കാൻ LDF-ന് കഴിഞ്ഞില്ല. അതോടുകൂടി കേരളത്തിലെ LDF-ന് അവരുടെ അജണ്ട നിശ്ചയിക്കുന്നതിന് അവർ പിന്നാക്കം പോകേണ്ടി വന്നു. നേട്ടങ്ങളൊന്നും പറയാനുമില്ല, എന്നാൽ പുതിയ അജണ്ട വെച്ചാൽ ജനങ്ങളത് വിശ്വസിക്കില്ല. 2500 രൂപ 3000 രൂപയ്ക്ക് പെൻഷൻ വർദ്ധിപ്പിക്കുന്നവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതുപോലും ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല 2500 രൂപ ആക്കിയതും ജനങ്ങൾ അംഗീകരിച്ചില്ല. ഡിസംബറിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്കത് മനസ്സിലായി, LDF-നെതിരെ അവർ വിധി എഴുതി. ഇനിയിപ്പോ നാളെ നടക്കാൻ പോകുന്ന വിധിയെഴുത്ത് അത് UDF-ന് അനുകൂലമാകുമെന്ന് പറയാൻ കാരണം ഗവൺമെന്റ് വിരുദ്ധ നിലപാട്, ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ വെറുപ്പ്, ഇതെല്ലാം പൊതുവേ നമ്മളെല്ലാവരും ആരോട് 10 പേരിൽ ഒരു 5 പേരുടെ ചോദിച്ചാൽ അതിൽ ഒരാളെങ്കിലും പറയും ഗവൺമെന്റ് മാറണം എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാട് ഒരു നിഗമനം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, ഗവൺമെന്റ് മാറണം എന്നുള്ള പൊതു നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല തരംഗം ഉണ്ടാകുമെന്ന് UDF കരുതുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ അതൊക്കെ നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ UDF-ന് നല്ല പ്രതീക്ഷ ഉണ്ടാകാനുള്ള കാരണം അവർ പറഞ്ഞതെല്ലാം ജനം വിശ്വസിച്ചു എന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാണ്. അവരെന്തൊക്കെയാണ് പറഞ്ഞത്? VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF-നുണ്ടായ വിജയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഉയർത്തിയ മുദ്രാവാക്യങ്ങളുണ്ട്. ആ മുദ്രാവാക്യങ്ങൾ എന്ന് വെച്ചാൽ 5 ഗ്യാരണ്ടി, 2 അവരുടെ പ്രകടന പത്രിക, അതായത് തൊഴിലില്ലായ്മയുടെ കാര്യത്തില്, സ്ത്രീകളുടെ KSRTC ബസ്സിലെ സൗജന്യ യാത്രയുടെ കാര്യത്തില്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ കൊടുക്കുന്ന കാര്യത്തില്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, ആരോഗ്യ പരിരക്ഷ, 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ്, ഇത്രയും ഉമ്മൻചാണ്ടി സ്മാരക ഇൻഷുറൻസ്, ഇത്രയും കാര്യങ്ങളാണ്. ഇതും പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അങ്ങനെ 5 ഗ്യാരണ്ടിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 5 ഗ്യാരണ്ടിയിൽ തന്നെ ജനങ്ങൾ UDF-ന് വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ അവർ കണ്ട ദിവസവും കണ്ട അവരുടെ ജീവിതാനുഭവങ്ങൾ എന്ന് വെച്ചാല് നമ്മുടെ സിദ്ധാർത്ഥന്റെ മരണം ഉണ്ടല്ലോ, വെറ്ററിനറി കോളേജിലെ റാഗ് ചെയ്യപ്പെട്ട് മരിച്ച സിദ്ധാർത്ഥൻ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, പാമ്പാടി കോളേജിലെ പ്രണോയ് എന്നുള്ള ആ കുട്ടിയുടെ മരിച്ചതും അതിന്റെ അമ്മയോടുള്ള ഗവൺമെന്റ് സമീപനവും പിന്നീടുള്ള റാഗിങ് വിഷയങ്ങൾ, അതുപോലെ നാട്ടിലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ, ആശുപത്രിയിലെ പ്രശ്നങ്ങൾ, ഒരുപാട് സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ, വയറിലൊക്കെ തുന്നിക്കൂട്ടി വിടുക, കത്രിക വെച്ച് വിടുക, പഞ്ഞി വെച്ച് വിടുക, അങ്ങനെ ആരോഗ്യരംഗമൊക്കെ കുളമാക്കിയ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പോലീസുകാരുടെ തല്ല്, കണ്ണും മൂക്കുമില്ലാതെ പോലീസുകാരെ തല്ലുക, പോലീസുകാരുടെ കോളറയിൽ CPM-കാർ പിടിക്കുക, അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും DYFI-കാരും കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുക, അങ്ങനെ തല്ലുന്നൊക്കെ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുക. ഇങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് ദഹിക്കാൻ പറ്റാത്ത വെറുക്കുന്ന അഹങ്കാരത്തിന്റെയും അഹന്തയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ അവരുടെ മുമ്പിൽ കണ്ടു. അതാണ് ഞാൻ ജീവിതാനുഭവങ്ങൾ എന്ന് പറഞ്ഞത്. അതൊക്കെ വെച്ചുകൊണ്ട് അവർ വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് KPCC ഓഫീസിൽ ഇന്ന് പന്തലൊരുക്കുന്നത്. ഇന്ന് പന്തലൊരുക്കുന്ന ചില ചാനലുകളൊക്കെ KPCC പന്തലിടുന്നു, നാളെ റിസൾട്ട് വരാൻ പോകുന്നതുള്ളതെന്നാ പറഞ്ഞത്. എക്സിറ്റ് പോൾ ഫലം എന്ന് പറയുന്നത്, എക്സിറ്റ് പോൾ സൂചന എന്ന് പറയുന്നത് അത് അറിയാമല്ലോ, ഒരു ജയത്തിന്റെ വഴി കാണിക്കലാണ്. അതാ നിങ്ങൾ ജയിക്കാൻ പോകുന്നു.
അത് തോൽക്കുകയും ചെയ്യാം. ഇപ്പൊ അതിൽ ജയം ഉറപ്പൊന്നുള്ളതല്ല, തോൽക്കുകയും ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് KPCC ഓഫീസിൽ പന്തലിടുന്നു എന്ന് ചോദിച്ചാൽ, KPCCക്ക് ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട്. എവിടുന്ന് കണക്ക് കിട്ടി? ജനങ്ങളുടെ ഇടയിൽ നിന്ന് കണക്ക് കിട്ടി. അതെന്താ? അങ്ങനെയാണ് ആ കണക്ക്. പ്രാദേശിക തലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ശേഖരിച്ച കണക്ക് വെച്ചുകൊണ്ട്, അതുപോലെ ഇടതുപക്ഷ സഹയാത്രികർ നൽകിയ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട്, അതുപോലെ സ്ത്രീകൾ ചാനലുകളിലൂടെ നടത്തിയ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ മൈക്കുമായിട്ട് സാധാരണക്കാരെ സമീപിക്കുമ്പോൾ അവർ പറഞ്ഞ പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടൊക്കെയാണ് കണക്ക് കൂട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ UDF ജയിക്കുമെന്നൊരു ആത്മവിശ്വാസം UDFിനുണ്ട്. അവർ പന്തലെടുന്നു. ഇതുപോലെ അപ്പുറത്ത് രേണുക കാണുന്നുണ്ടോ? ശ്രീമതി രേണുക അപ്പുറത്ത് അവർ പറയും, എന്താണ് പറയുന്നത്? ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ സാധാരണ ഈ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഈ ഭരിക്കുന്ന പാർട്ടി അടുത്ത അയ്യാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സമ്പ്രദായം നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അതിന്നൊരു ഒരു ചെറിയൊരു ഇത് മാറ്റം ഉണ്ടായത് 1970-ലാണ് അച്യുതമേനോൻ ഗവൺമെന്റ് ആദ്യത്തെ തുടർഭരണം. അത് അച്യുതമേനോന് മുഖ്യമന്ത്രി ആയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് പിണറായി വിജയന്റെ തുടർഭരണം എന്ന് പറയാം. പക്ഷെ കേരളത്തിലെ ആദ്യത്തെ തുടർഭരണം 1970 അച്യുതമേനോൻ ഗവൺമെന്റിനാണ്. അപ്പൊ അതിനൊക്കെ ശേഷം ഏതാണ്ട് ഈ അയ്യാണ്ട് ഭരണത്തിനിടയ്ക്ക് LDF UDFും ചിന്തിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അത് അവരുടെ ആ ഒരു ഭരണ കാലാവധി കഴിഞ്ഞാല് പിന്നീട് അവരുടെ ആ ഭരിച്ച മുഖ്യമന്ത്രി പറയും, ഞങ്ങളൊരു 72 സീറ്റോടെ വരും തിരിച്ചെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ അത്ര അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അത് UDFും പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയും പറഞ്ഞിട്ടുണ്ട്. 2016 ഉമ്മൻചാണ്ടി പറഞ്ഞ് നമ്മൾ കഷ്ടിച്ച് ജയിച്ചു വരുന്ന പറഞ്ഞേ. അതുപോലെ 2021 പറഞ്ഞ എന്താണ്, അയ്യാണ്ട് ഭരണത്തിന്റെ ഒരു ഇതിൽ ജയിച്ചു വരുന്നു പറഞ്ഞു. പക്ഷെ അന്ന് കോവിഡ് വന്നു. അന്ന് കോവിഡാണ് LDFിനെ തുണച്ചത്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ, ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു 100 സീറ്റിനോട് അടുപ്പിച്ച് കിട്ടും എന്ന കൃത്യമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF മുന്നോട്ട് പോകുന്നത്. ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയൊന്നും അപ്പുറത്തെ ക്യാമ്പിൽ കാണുന്നില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നു എന്നല്ലാണ്ട്. പക്ഷെ അതുപോലാണ് ഇപ്പുറത്ത് കാണുന്നത്. ഇപ്പുറത്തെ ഒരു ആഹ്ലാദ തരംഗം കാണുന്നില്ലേ? എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർക്ക് ആശംസ നേർന്നാണ് ആ മന്ത്രിസഭാ യോഗം പിരിഞ്ഞിരിക്കുന്നത്. ഇന്ന് MV ഗോവിന്ദനും വലിയ ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട്. പക്ഷേ എക്സിറ്റ് പോളുകൾ പാളിപ്പോയ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഹരിയാനയിൽ ലഡു വിതരണം ചെയ്തതിന് ശേഷം പിന്നീട് ഫലം വന്നപ്പോൾ ആദ്യ മണിക്കൂറുകളിലെ അനുകൂല സാഹചര്യം മാറുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ നമുക്ക് മുന്നിൽ ഉണ്ട്. എന്തായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ KPCC ആസ്ഥാനത്ത് പന്തൽ ഉയരുകയാണ്. അത് വലിയ ആത്മവിശ്വാസത്തിന്റെ സൂചനയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ആ ആത്മവിശ്വാസത്തിനുള്ള കാരണങ്ങൾ എന്താണ് എന്നതും അദ്ദേഹം വിശദീകരിച്ചു. ശ്രീമതി രേണുക, അതിൽ ഹരിയാനയെ നമ്മൾ ഇതിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട. അവിടുത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഒരുപാട് ആക്ഷേപ ആരോപണമൊക്കെ കേട്ടതാണ്. എങ്ങനെയാണ് അവസാന നിമിഷത്തിൽ BJPയിലേക്ക് വോട്ടുകൾ വന്നതെന്നൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള. അതും കേരളമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യണം. ശരി, ഞാനൊരു അനുഭവം എന്താണെന്നുള്ളത് സൂചിപ്പിച്ചതാണ്. എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയ അനുഭവം ഉണ്ടല്ലോ നമ്മളുടെ ചരിത്രത്തിൽ തന്നെ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. BJP സഹയാത്രികൻ ശ്രീ അനുരാജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അനുരാജ്, നോക്കൂ, NDA സംബന്ധിച്ചും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കുന്ന മുൻതൂക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷയാണ്. ഈ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളുകൾ ആ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അങ്ങനെ BJP ഒരു നിർണായക ശക്തിയാകുമോ അടുത്ത അസംബ്ലിയിൽ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ? അതായത് ഈ എക്സിറ്റ് പോള് നമ്മളിവിടെ ചർച്ച ചെയ്തതുപോലെയാണ്, പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഹരിയാനയിൽ തന്നെ അന്ന് മാധ്യമങ്ങൾ വരെ അവസാന ദിവസം നിലപാട് മാറ്റേണ്ട സാഹചര്യം വന്നു. അതുപോലെ കഴിഞ്ഞ തവണ NDA സർക്കാർ ജയിക്കില്ല എന്നായിരുന്നു എക്സിറ്റ് പോളുകൾ പറഞ്ഞത്. അതുകൊണ്ട് എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം, അതൊരു പല സാഹചര്യങ്ങളും പഠിച്ച് അല്ലെങ്കിൽ സാമ്പിൾ എടുത്തിട്ടുള്ള ഒരു പഠനമാണ്. അപ്പോൾ അതിന്റെ നടത്തിപ്പിലൊക്കെയുള്ള അതിന്റെ ജയപരാജയങ്ങളൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പോകുന്നത്. അത് നമുക്ക് നാളെ അറിയാം. പക്ഷേ എക്സിറ്റ് പോളിൽ അപ്പുറത്തേക്ക് നാളെ എന്തായാലും കൗണ്ടിങ് നടക്കുകയാണല്ലോ. അപ്പൊ കൗണ്ടിങ് നടക്കുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കിപ്പം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ ചില തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ നടന്നു പോകും. അതായത് ഭരണകക്ഷി പരാജയപ്പെടുന്നു, ഇത് പ്രതിപക്ഷ മുന്നണി ജയിക്കുന്നു, അല്ലെങ്കിൽ ഭരണ തുടർച്ചയുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചില തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ സ്വാഭാവികമായിട്ടും നടന്നു പോകും. പക്ഷെ ചില തെരഞ്ഞെടുപ്പുകളിലുള്ള ശ്രദ്ധേയമായ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന, അതിന്റെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മളിപ്പോ കഴിഞ്ഞ തവണ പറഞ്ഞാൽ തുടർ ഭരണം എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് അതിന് ആ രീതിയിൽ ഭരണ തുടർച്ച എന്ന് പറഞ്ഞ പ്രതിപക്ഷം ആഘോഷിച്ചു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിലുള്ള ഇതിന്റെ ഒരു ചരിത്രപരമായ പ്രസക്തി എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായി ത്രികോണ മത്സരങ്ങൾ സമ്പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു,
എല്ലാ മണ്ഡലങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ശക്തമായൊരു മുന്നണി സംവിധാനമില്ല. എന്നാൽ ആ പ്രശ്നങ്ങളെ എല്ലാം പരിഹരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം NDA പിടിച്ചെടുത്ത ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP NDA ജയിച്ച ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് നേട്ടം NDA ഉണ്ടാക്കിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പ്, അതിലൊക്കെ ഉപരി ഇത്തവണ മുന്നണി ഒന്നുകൂടി ശക്തിപ്പെട്ടു. അതായത് മറ്റ് രണ്ട് മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായി ശക്തമായ ഒരു ഘടകകക്ഷിയെ എത്തിക്കാൻ സാധിച്ച മുന്നണി NDA ആണ്. അപ്പോൾ 2020 എന്ന് പറയുന്ന എറണാകുളം ഭാഗത്ത് വലിയ തോതിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയെ മുന്നണിയുടെ സംവിധാനമാക്കാൻ പറ്റുകയും അതോടൊപ്പം വളരെ ശക്തമായ രീതിയിൽ സംസ്ഥാനത്താകമാനം സാന്നിധ്യം അറിയിക്കാൻ സാധിക്കുകയും കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. അതോടൊപ്പം തന്നെ പല തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എങ്ങനെ എന്ന് പരിചയ സമ്പന്നരായിട്ടുള്ള ഒരു കൂട്ടം നേതാക്കന്മാരെ അവതരിപ്പിക്കാൻ, സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വെക്കാനും ഇപ്രാവശ്യം NDAക്ക് സാധിച്ചു. മറ്റൊരു കാര്യം, ദേശീയ തലത്തിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഏറ്റവും കൂടുതൽ വന്ന മുന്നണി NDA ആണ്. അപ്പോൾ അത്തരത്തിൽ പ്രവർത്തകരുടെ ഇടയിൽ വലിയ തോതിലുള്ള ആവേശമുണ്ടാക്കുന്ന രീതിയിലുള്ള സംഘടനാ സംവിധാനത്തെ കെട്ടിപ്പടുക്കാൻ ഇത്തവണ സാധിച്ചു. കഴിഞ്ഞ തവണ ഒക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലോ ഉണ്ടായ സംവിധാനത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ഇത്തവണ ആ സംവിധാനം ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോള് ഫലങ്ങൾ പറയുന്ന വിജയം ഉണ്ടാകുമോ, അതിൽ കൂടുതൽ ഉണ്ടാകുമോ, അതിൽ കുറയുമോ എന്നുള്ളതൊന്നല്ല. കേരളത്തിൽ NDAയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിൽ, അതിന്റെ വളർച്ച നേടുന്നതിൽ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം NDA നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നേട്ടം വർദ്ധിപ്പിക്കുന്നതിനുള്ള, സാന്നിധ്യം ശക്തമാക്കുന്നതിനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ചരിത്രപരമായ പ്രസക്തി ത്രികോണ മത്സരം കേരളത്തിൽ യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ എക്സിറ്റ് പോളുകളിൽ പറയുന്നത് മൈനോറിറ്റി കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടായി. അതായത് ക്രൈസ്തവ, ഇസ്ലാമിക, മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ടുണ്ടായി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി സംഭവിക്കേണ്ടത് ഹിന്ദു വോട്ടിന്റെ കൺസോളിഡേഷൻ ആണ്. കാരണം നമ്മൾ ഇതൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലല്ല, മതങ്ങളുടെ പേരിലാണ്. അപ്പോൾ പ്രബലമായ 3 മതങ്ങളിൽ 2 സംഘടിക്കുന്നു, അത് കേരളത്തിന്റെ ഭരണത്തെ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറുന്നു എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും 3ാമത് മതത്തിനുള്ള ഓപ്ഷൻ കൺസോളിഡേഷൻ തന്നെയാണ്. അത്തരത്തിലും കേരളത്തിൽ വോട്ടുകളുടെ കൺസോളിഡേഷൻ ഒന്നുകൂടി ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. പക്ഷെ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ശരിയായ വോട്ടെണ്ണിയിട്ടുള്ള ശരിയായ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നാളെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും മുന്നോട്ടാണ് NDA സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയം. ശരി, അവിടെ ഒരു ഉപചോദ്യം കൂടി ഞാൻ ശ്രീകുമാറിലേക്ക് ചോദിക്കുകയാണ്. നമ്മൾ ഓരോ ടോപ്പിക്കിലേക്ക് പോവുകയാണ്, ഇതിലൊരു ഉപചോദ്യം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു UDFന് സാധ്യത വെക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്, അത് ഈ സർക്കാരിനെതിരായ വികാരമാണ് എന്ന് പറഞ്ഞു. അവിടെ അനുരാജ് പറയുന്നത് ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നതാണ്. എല്ലാ മണ്ഡലത്തിലും എന്ന് വേണ്ട, പക്ഷേ അവർ പ്രതീക്ഷ വെക്കുന്ന കുറേ മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ BJP NDA സഖ്യം 2ാം സ്ഥാനത്തെത്തുന്ന മണ്ഡലങ്ങൾ എങ്കിലും ഉണ്ടുവല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്ത് പോയിരിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് ഒരു അനുകൂല സാഹചര്യം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് സൃഷ്ടിക്കാൻ ചില മണ്ഡലങ്ങളിലെങ്കിലും ഇടയാക്കുമോ? ഒരു നല്ല ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ് ശ്രീമതി രേണു ഉന്നയിച്ചത്. അതായത് ഈ BJP NDA മുന്നണി അവര് ത്രികോണ മത്സരത്തിന് സാധ്യതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം LDF UDF എന്നുള്ളതിനൊപ്പം പഴയ കാലത്ത് BJP ഒക്കെ മത്സരിക്കുന്നത് വളരെ എന്താ പറയാ, വളരെ ഒരു അവരുടെ ആ ഒരു അവസ്ഥ നമുക്കറിയാം പഴയ കാലത്തെ BJP. പക്ഷെ 2014 കേന്ദ്രഭരണം കിട്ടിയ ശേഷം അവർക്കൊരു ഗ്ലാമറൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാന്നിധ്യവും ഒരു ത്രികോണ മത്സരവും ഒക്കെ അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ചില മണ്ഡലങ്ങളിൽ, ഒരു 3-4 മണ്ഡലങ്ങളിൽ അവർക്കത് കൂടുതൽ പ്രകടമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 1-2 ലോക്സഭാ മണ്ഡലങ്ങളിലും അവരത് പ്രകടമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ പറയുന്നത്, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞല്ലോ, നമ്മളുടെ അനുരാജ് പറഞ്ഞല്ലോ, അതായത് ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം, അത് എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ ഇന്നലത്തെ ന്യൂസ് 18 ചർച്ചയിൽ ഞാൻ അത് പറഞ്ഞതാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ എന്ന് പറയുന്നത് അവർ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കും, CPM-ന്റെ ഒപ്പം നിൽക്കും, ഒരു ചെറിയൊരു വിഭാഗം BJP-യുടെ ഒപ്പം നിൽക്കുന്നത് BJP എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ അത് എങ്ങനെ പൂർണ്ണമായി UDF-ലേക്ക് വരുന്നത്? ഇനി അത് മാത്രമല്ല, ഈ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളെന്നോ അല്ലെങ്കിൽ ഹിന്ദു വോട്ടെന്നോ ഈഴവ വോട്ടെന്നൊക്കെ രാഷ്ട്രീയ കക്ഷികൾ തരംതിരിക്കുന്നതാണ്. നമ്മുടെ മുമ്പിൽ ഒറ്റ വോട്ടേ ഉള്ളൂ. ആ വോട്ട് വെച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു കോമൺ ലക്ഷ്യം എന്താണ്? ഇവിടുത്തെ ഭരണം മാറണം.
അതിൽ ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും അവർക്ക് ഒരേ ചിന്തയുള്ളൂ, കാരണം ഭരണം മാറണം എന്നുള്ളത്. അപ്പൊ അതിൽ ഭൂരിപക്ഷത്തിലെ എല്ലാ ഹിന്ദു വോട്ടുകളും ഒപ്പം BJP-യിലേക്ക് പോകുമോ, എല്ലാ ഹിന്ദു വോട്ടുകളും CPM-ലേക്ക് പോകുമോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ജയിക്കുകയില്ല, ഒരു സ്ഥലത്തും ജയിക്കില്ല. അവ കോൺഗ്രസിലെ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളും അതുപോലെ ന്യൂനപക്ഷത്തിലെ വോട്ടുകളൊക്കെ തരംതിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗിൽ തന്നെ ഹിന്ദുക്കൾ അംഗത്തെടുക്കുന്ന ഒരു കാലമല്ലേ ശ്രീമതി രേണുക? അപ്പൊ നമ്മൾ എങ്ങനെ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ കോൺഗ്രസിനോട് കൂടുതൽ മമത കാണിക്കുന്നുണ്ടായിരിക്കും. കാരണം അവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നുണ്ടല്ലോ. അപ്പൊ ദേശീയ തലത്തില് ചില സംസ്ഥാനങ്ങളൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ കേരളത്തിലെ ഈ അവസാന കാലത്ത് വന്ന ചില നിയമ നടപടിക്രമങ്ങളും അതുപോലെ മുനമ്പം പ്രശ്നങ്ങള്, അതുപോലെ അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ അനുഭവം വെച്ചുകൊണ്ട് അവർ നോക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ട് എല്ലാ ന്യൂനപക്ഷം, എല്ലാ ക്രിസ്ത്യാനികളും കോൺഗ്രസിലേക്ക്, എല്ലാ മുസ്ലിങ്ങളും കോൺഗ്രസിലേക്ക്, അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഒരൊത്തും CPM ജയിക്കില്ല. ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും, ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. ചില കണക്കുകൾ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് അടുത്ത നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോകാം. ആരാകും മുഖ്യമന്ത്രി എന്നതാണ്. ഈ ആര് ജയിക്കും എന്ന ആകാംക്ഷ കഴിഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം ഉണ്ടാകുന്ന ആകാംക്ഷ ആരാകും മുഖ്യമന്ത്രി എന്നതാണ്. അവിടെ ഭരണ തുടർച്ച ഇല്ല എങ്കിൽ പിണറായി വിജയൻ ഭരണ തുടർച്ചയാണ് എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആകും എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ഇനി ഭരണ തുടർച്ച ഇല്ല എങ്കിൽ അതിൽ UDF-ൽ നിന്ന് ആരാകും മുഖ്യമന്ത്രിയായി എത്തുക? VD സതീശനോ, KC വേണുഗോപാലോ, ചെന്നിത്തലയോ? അതിൻ്റെ വലിയ ആകാംക്ഷയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അത് ചർച്ച ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപേ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള കോൺഗ്രസിലെ പോര് ശക്തമായ വാർത്തകൾ കൂടി നമ്മൾ ഇന്ന് കേട്ടതാണ്. VD സതീശനെ പിന്തുണയർപ്പിച്ച് മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും കണ്ണൂരിലും ഇന്ന് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. VS-ന് സീറ്റ് നിഷേധിച്ച സാഹചര്യം ഓർമ്മിപ്പിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളും ഇതിലുണ്ടായിരുന്നു. സ്വാഭാവിക ചോയ്സ് VD സതീശനാണ്. അത് തന്നെ ലീഗ് ഉൾപ്പെടെ ഘടകകക്ഷികൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. VD സതീശനായി പത്തനംതിട്ടയിൽ ഫ്ലക്സ് ഉയർന്നിരുന്നു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയെന്നും നിലപാടുകളുടെ രാജകുമാരൻ സതീശൻ എന്നുമാണ് ഫ്ലക്സിലെ വരികൾ. കേരളത്തിന്റെ ഭാവി ഈ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് ഈ ഫ്ലക്സിൽ പറയുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന് സമീപമാണ് ഈ ബോർഡ് സ്ഥാപിച്ചത്. തൊടുപുഴയിൽ VD സതീശനായി വീണ്ടും ഫ്ലക്സ് ഉയർന്നു. തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലാണ് ഫ്ലക്സ് ബോർഡ് ഉയർന്നത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന പോസ്റ്ററിൽ കുറിച്ചിട്ടുണ്ട്. സതീശന്റെ മുഖചിത്രമുള്ള ത്രിവർണ്ണ പതാകയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ഫ്ലെക്സ് വെച്ചത്. ഫ്ലെക്സ് സ്ഥാപിച്ചവരിൽ DCC ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടുന്നുണ്ട്. ഹരിപ്പാട് കരുവാറ്റയിൽ VD സതീശന്റെ ഫ്ലെക്സ് നശിപ്പിച്ചു. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. നിലപാടിന്റെ രാജകുമാരൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നായിരുന്നു ഈ ഫ്ലെക്സിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി സ്ഥാപിച്ച ഫ്ലെക്സ് ഇന്ന് രാവിലെ നശിപ്പിച്ച രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതൊക്കെയാണ് മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ പ്രസക്തമാകുന്ന ഇന്നത്തെ വാർത്തകൾ എന്നതുകൂടി ഞാൻ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അതിഥികളിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. ആദ്യം അൻവർ ഷാ പാലോഡിലേക്ക്. അൻവർ ഷാ പാലോട്, ഭരണ തുടർച്ച ഉണ്ടാവുകയാണ് എങ്കിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ലല്ലോ, അല്ലേ? അതെ, ഈ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീകുമാറേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിനൊരു ജസ്റ്റ് ഒന്ന് മറുപടി പറഞ്ഞതിന് ശേഷം അതിലേക്ക് പോകാം. അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് UDF അധികാരത്തിലേക്ക് വരും എന്ന് കൃത്യമായി പറയുന്നതിൻ്റെ റീസൺ ഈ സംസ്ഥാനത്ത് 2021 ശേഷം നടന്ന ബൈ ഇലക്ഷനിൽ UDF വിജയിച്ചു, എല്ലാ സീറ്റുകളും വിജയിച്ചു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയ്ക്ക് ആത്മവിശ്വാസമാണ്. ഒന്ന് പുതുപ്പള്ളിയാണ് ആദ്യം നടന്നത്. പുതുപ്പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചതിനെ തുടർന്ന് വൈകാരികമായി നടന്നൊരു തെരഞ്ഞെടുപ്പാണ്. അവിടെ UDF-ന് കുറച്ച് വോട്ടുകൾ അധികം കിട്ടി ജയിച്ചു എന്നുള്ളത് സത്യമാണ്. അത് LDF-ന്റെ സിറ്റിംഗ് സീറ്റ് അല്ല. രണ്ട്, തൃക്കാക്കരയിൽ PT തോമസ് മരിച്ചതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ബൈ ഇലക്ഷൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ വിജയിക്കുന്നു. അതിനുശേഷം പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബൈ ഇലക്ഷൻ LDF-ന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള പാലക്കാട്, അതുപോലെ തന്നെ മറ്റ് സീറ്റുകൾ, പിന്നെ ചേലക്കര LDF തന്നെ നിലനിർത്തുകയും ചെയ്തു. ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഭൂരിപക്ഷമൊക്കെ വളരെ ഉയർത്തിക്കൊണ്ടുള്ള വിജയം അത് പ്രതിപക്ഷത്തിന് ഏറ്റവും നേട്ടമുണ്ടാക്കിയിട്ടുള്ളതാണ്. മാത്രവുമല്ല, അതിന് മുൻപലത്തെ നിങ്ങൾ ഭരണ തുടർച്ച നേടിയ കാലഘട്ടത്തിൽ നോക്കിയാൽ ആ ഘട്ടത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള പാരമ്പര്യമാണ് നിങ്ങൾക്കുള്ളത്.
LDF-ന്റെ കയ്യിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ചേലക്കര പിടിച്ചിരുന്നുവെങ്കിൽ പറയാമായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, 2016 സീറ്റുകൾ പിടിച്ചെടുക്കുകയായിരുന്നില്ലേ ചെയ്തത് ഉപതെരഞ്ഞെടുപ്പിൽ? ഇവിടെ സീറ്റുകൾ നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. നിങ്ങളുടെ കയ്യിലില്ലാത്ത സീറ്റുകൾ പോലും 2016 മുതൽ 21 വരെ നടന്ന കാലഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്നതാണല്ലോ സൂചിപ്പിക്കുന്നത്. അല്ലല്ല, ബൈ ഇലക്ഷനിൽ അങ്ങനെ നമ്മൾ കൂട്ടണ്ട. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് LDF-നെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. LDF-നെ നയിച്ചത് ശ്രീ പിണറായി വിജയനാണ്. കഴിഞ്ഞ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് LDF-നെ ഈ തെരഞ്ഞെടുപ്പിലും നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോയ്സ് LDF-ന്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ടുള്ള ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. പക്ഷെ അത് നാളെ മെയ് 4-ന് റിസൾട്ട് വരണം. റിസൾട്ട് വന്നതിന് ശേഷം എണ്ണി MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും LDF ഒക്കെ തന്നെ കൂട്ടായ തീരുമാനം എടുത്തിട്ടാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയൊക്കെ തന്നെ ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്തത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും തന്നെ സംഭവിക്കാതെ മെയ് 4-ന് റിസൾട്ട് വന്നില്ല, വോട്ടെണ്ണിയില്ല, MLA-മാർ ആരൊക്കെ ജയിച്ചു വരും, ഈ മുഖ്യമന്ത്രി കാൻഡിഡേറ്റിൽ തന്നെ ആരൊക്കെ ജയിച്ചു വരും എന്ന് MLA-മാരുടെ പിന്തുണ ഇതൊന്നും നോക്കാതെ ഏപ്രിൽ 9-ന് 6 മണിക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് പോലും പ്രഖ്യാപിക്കാതെ ഇതാ UDF അധികാരത്തിൽ വന്നേ, ഓരോ വ്യക്തികൾക്കും വേണ്ടി സോഷ്യൽ മീഡിയാസിലുള്ള വടംവലി, അതുപോലെ തന്നെ ഓരോ നേതാക്കന്മാർ പബ്ലിക്കായിട്ട് അഭിപ്രായം, ഏറ്റവും അവസാനം KPCC-ക്ക് പറയേണ്ടി വന്നില്ലേ ഇനി ആരും പരസ്യ പ്രസ്താവന നടത്തരുത്. അതിനുശേഷം ഓരോ നേതാക്കൾ ഓരോരുത്തരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് എന്ത് അപഹാസ്യമാണ്. നിങ്ങൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും നോക്കിയാൽ മതി, കോൺഗ്രസ് ഇതുപോലെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും തകർന്നു പോയത്. ശ്രീകുമാറിനോട് ചോദിക്കാം. ശ്രീകുമാർ, ഈ വോട്ടെണ്ണലിന്റെ മണിക്കൂറുകൾക്ക് മുൻപും നടക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവലിയാണ്. താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും സമയം ചെലവഴിച്ചത് ആ കാര്യങ്ങളിലുള്ള വിശദീകരണത്തിന് വേണ്ടിയാണ്. ഇനി ഈ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് പോലും സാധ്യമാകാത്ത തരത്തിലുള്ള പിടിവലി നടക്കുമ്പോൾ കോൺഗ്രസ് വന്നാൽ ആർക്കാണ് സാധ്യത എന്ന വലിയ ആകാംക്ഷയും ഒപ്പം തന്നെ ആശങ്കയും ഒക്കെ ആളുകളിൽ ഉണ്ടാകും. രേണുക, ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ കുറിച്ച് ചർച്ചകൾ ഉണ്ടായി എന്നുള്ളത് ശരിയാ. ചർച്ചകൾ പക്ഷെ എവിടെയാണ് നടന്നത്? സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും, അല്ലാണ്ട് കോൺഗ്രസ് പാർട്ടിയിലോ UDF-ലോ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. കാരണം കോൺഗ്രസ് പാർട്ടി ഞാൻ പറയാം അതായത് ഞാൻ ഏറ്റവും അവസാനം സൂചിപ്പിച്ചതും കൂടി ശ്രീകുമാർ ഭീഷണിയാണ്, VS-ന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചുള്ള ഭീഷണിയാണ്. അപ്പോൾ കേരളം കത്തുമോ? അല്ല, ഞാൻ പറയാതെ അതായത് അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനലുകളിലും ഒക്കെ അവരിങ്ങനെ ഓരോരുത്തരെ പോയി കണ്ടു ചോദിച്ചു. ആദ്യം ചോദിച്ചത് K. സുധാകരനോടാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു KC വേണുഗോപാലാണ് താല്പര്യം എന്ന് പറഞ്ഞു. PJ കുര്യൻ സാറ് അതിന് മുമ്പ് ഒരു പൊതുയോഗത്തിൽ, ഇലക്ഷന് മുമ്പ് ഒരു പൊതുയോഗത്തിൽ പറഞ്ഞു ഇരിക്കുന്ന ആള് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എറണാകുളം DCC പ്രസിഡന്റ് പറഞ്ഞു എറണാകുളത്തെ MLA മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞു. ഇത്രേ സംഭവം ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷമുള്ളതൊക്കെ അനുയായികള് എന്തെടുക്ക പറഞ്ഞ പോലെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ രാത്രിയിലൊക്കെ വെക്കുന്ന ഫ്ലെക്സ് ആരാണ് വെച്ചത്? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഒരു ഫ്ലെക്സ് രാത്രിയിൽ കൊണ്ട് വെക്കും, പിറ്റേന്ന് രാത്രിയിൽ അതങ്ങ് നശിപ്പിച്ചു കളയും. ഇത് കോൺഗ്രസ്സുകാർ എന്തായാലും ചെയ്യില്ല. അത് ആരാ ചെയ്യാന്നൊക്കെ നമുക്കറിയാം. നടക്കുന്ന കാര്യം. അതായത് കോൺഗ്രസിൽ ഒരു വിഷയമുണ്ടെന്നും അതിങ്ങനെ കത്തിച്ചു നിർത്താമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അതൊക്കെ നാട്ടിൽ നടക്കുക. അതൊന്നൊരു വിഷയമല്ലാണ്. ജനങ്ങളുടെ മുമ്പിൽ അതൊരു വിഷയമല്ല. ജനങ്ങളുടെ മുമ്പിൽ എന്താ വിഷയം? മാറ്റം വരും. അത് ആരാണ് മുഖ്യമന്ത്രി ആകുന്നവർ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ഒരു കുറിപ്പ് ഇറക്കണ്ടായിരുന്നല്ലോ. CPM-കാര് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യണ്ട എന്ന് പറഞ്ഞായിരുന്നില്ലേ KPCC കുറിപ്പിറക്കേണ്ടിയിരുന്നത്? അല്ല, KPCC കുറിപ്പിറക്കിയത് ഫ്ലെക്സ് വെച്ച് തന്നെയല്ല. KPCC കുറിപ്പിറക്കിയത് സോഷ്യൽ മീഡിയയിലെ 1-2 നേതാക്കളുടെ പേരിൽ വന്ന ചില പ്രതികരണങ്ങളാണ്. അത് പിന്നെ അത് വ്യാജ അക്കൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ കേസൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇത് KPCC പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ ഇനി അതൊന്നും വേണ്ട, തെരുവിൽ ഒരു പ്രകടനം നിങ്ങൾ കണ്ടോ ആർക്കെങ്കിലും വേണ്ടിയിട്ട്? അല്ല, അതിന്റെ സൂചനകളല്ലേ. ഇനിയിപ്പോ റിസൾട്ട് വന്നിട്ടില്ലല്ലോ ശ്രീകുമാർ. നാളെ 12 മണിയൊക്കെ ആവുമ്പോ എന്താണ് കേരളത്തിന്റെ വിധി എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലാകും. അതിനുശേഷം അങ്ങോട്ട് കാണാനിരിക്കുകയാണ്. അതിന്റെ സൂചനയാണോ VS-ന്റെ അനുഭവം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് എന്നതാണ് ഞാൻ ചോദിച്ചത് തന്നെ. അല്ല, VS-ന്റെ അനുഭവം ഓർമ്മിപ്പിച്ച എന്തുകൊണ്ടാണ്? VS അച്യുതാനന്ദന് പിണറായി വിജയൻ സീറ്റ് നിഷേധിച്ചു.
അപ്പോൾ VS വേണ്ടി അണികൾ തെരുവിലിറങ്ങി. എന്നിട്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ ഞങ്ങളുടെ നേതാവിനെ അതായത് A or B or C കൊടുത്തില്ലെങ്കിൽ കാണിച്ചു തരാമെന്ന് ഒരു ബോർഡോ ഒരു ഫ്ലക്സോ ഒരു നോട്ടീസോ ഇറക്കിയാൽ അതൊക്കെ ആരും ഗൗനിക്കില്ല. നേരെ മറിച്ച് ഏതെങ്കിലും മണ്ഡലത്തില് ഏതെങ്കിലും കോൺഗ്രസിന്റെ വിഭാഗങ്ങള് പന്തം കൊളുത്തി പ്രകടനം, പണ്ട് CPM നടന്ന പോലെ പന്തം കൊളുത്തി പ്രകടനമോ അല്ലെങ്കിൽ അങ്ങനത്തെ മുദ്രാവാക്യം വിളിയൊന്നും ഉണ്ടായില്ലല്ലോ. സോഷ്യൽ മീഡിയയുടെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് ഉണ്ടാവുള്ളൂ. കാരണം സോഷ്യൽ മീഡിയ അതിനു വേണ്ടി ഉള്ളതാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ, ഇപ്പൊ ഞാനൊരാളെ നാളെ VD സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ ശ്രീമതി രേണുക വേറൊരാളെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറയും. അതൊന്നും ഒരു ചർച്ചയല്ല, ചർച്ച നടന്നിട്ടില്ല. മാത്രമല്ല ശ്രീമതി രേണുക, ഞാനൊരു കാര്യം വ്യക്തമായി പറയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ ഒരെത്തും പിടിപാടുമില്ല ആരെ മുഖ്യമന്ത്രി ആക്കണമെന്നതിനെ കുറിച്ച്. ഞാൻ ഒരു യാഥാർത്ഥ്യം പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ജയിച്ചു വരുന്ന MLA അത് ആരായിരിക്കണം, എത്ര വലിയ നേതാവാണെങ്കിലും ശരി ജനം ജയിപ്പിക്കണമല്ലോ. അപ്പൊ ജനം ജയിപ്പിച്ച ശേഷം ഒരു നേതാവിനെ കോൺഗ്രസ് തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ തർക്കങ്ങൾ വരും, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തർക്കങ്ങൾ വരും, ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ചർച്ച നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതായത് KPCC മറ്റുള്ളവർക്ക് ഞാൻ ആ ഒരു ഗൗരവത്തിൽ വെച്ചാൽ സന്തോഷവും ആഹ്ലാദവും ഒക്കെ വരുമ്പോഴേ അവനോട് താല്പര്യമുള്ളവരെ ചില സ്വാർത്ഥ താല്പര്യക്കാരുണ്ട്. എന്റെ ആൾ മുഖ്യമന്ത്രി ആവണം എന്നാലേ എനിക്ക് ഭരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഓരോന്നൊക്കെ ഇടും. അതൊന്നും ഗൗരവത്തിലെടുക്കണ്ട. മറിച്ച് നാളത്തെ ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ മറ്റന്നാൾ തൊട്ട് കോൺഗ്രസ് ചർച്ച ആരംഭിക്കും. കോൺഗ്രസ് ചർച്ച ആരംഭിക്കുമ്പോൾ അതിലെന്തെങ്കിലും പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ എന്താ പറയാ വെളുത്ത പുകയോ കറുത്ത പുകയോ ഒക്കെ വരുമ്പോൾ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇന്നും ഇന്നലെ പാൽപ്പായസത്തിനും ലഡുവിനും ഒക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് KPCCയുടെ ഓഫീസിൽ നിന്ന് തന്നെ എന്നതാണ് മനസ്സിലാകുന്നത്. അതൊക്കെ കുടിച്ചു തീരുന്നതിന് മുമ്പ് താങ്കൾ ഈ സൂചിപ്പിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. ചെറിയ പ്രതീക്ഷ ഉള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ശൈലജ ടീച്ചർക്കെതിരെ ചെറിയൊരു പ്രതീക്ഷയുള്ളൂ എന്നാണ് സണ്ണി ജോസഫ് അടക്കം പറഞ്ഞിരിക്കുന്നത് റീസെന്റ് കൊടുത്തിട്ടുള്ള ബൈറ്റില്. ശരി, ശ്രീ അനുരാജ്, എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചൊന്നുള്ള സ്വപ്നങ്ങളില്ല എങ്കിൽ പോലും സഭയിൽ ഒരു നിർണായക ശക്തിയായി മാറാൻ കഴിയും എന്ന പ്രതീക്ഷയാണോ ഉള്ളത്? ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് ബൈപോളാർ പൊളിറ്റിക്സ് ആണ്. ഒരു കക്ഷി ജയിക്കുന്നു, മറുകക്ഷി പ്രതിപക്ഷത്തിരിക്കുന്നു എന്നതാണ്. അവിടെ ഒ രാജഗോപാലിന്റെ ഒരു ജയം ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിൽ എത്രമാത്രം സാധിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് ഉറപ്പില്ല. ഇതിപ്പോൾ ഒ രാജഗോപാൽ അല്ലാതെ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള നേതാക്കൾ ആരെങ്കിലും ഈ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് സഭയിലെത്തിയാൽ അവിടെ ഒരു ശക്തമായ പ്രതിപക്ഷ ശബ്ദമായി മാറുമോ BJP? ഞാൻ അതിന് മറുപടി പറയാം. അതിന് മുന്നേ നേരത്തെ ശ്രീകുമാർജി ചോദിച്ച ഒരു കാര്യം പോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ച മുഴുവൻ നമ്മുടെ ഈ എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിലാണ്. എക്സിറ്റ് പോളിലാണ് പറയുന്നത് പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ എക്സിറ്റ് പോളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നായർ വോട്ട് എത്ര എങ്ങോട്ട് പോകും, ഈഴ വോട്ട് എങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച. അല്ലാതെ പോളറൈസേഷൻ ഉണ്ടായെന്ന് പറയാൻ ഞാനിപ്പോൾ ആളല്ല. നാളത്തെ സാഹചര്യം കഴിഞ്ഞാലേ അത് പറയാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് പോളറൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഇടത് വലത് മുന്നണികളിൽ എല്ലാ സമുദായങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികളുണ്ട്. കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗം LDF-ലാണ്, ഒരു വിഭാഗം UDF-ലാണ്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഒരു വിഭാഗം കൂടെ കൂട്ടിയിരിക്കുന്നു, SDPI മറ്റൊരു വിഭാഗം കൂടെ കൂട്ടിയിരിക്കുന്നു, INL ഒരു ഭാഗത്തുണ്ട്, മുസ്ലിം ലീഗ് ഒരു ഭാഗത്തുണ്ട്. ഇതൊക്കെ മത രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരൊക്കെ. അപ്പൊ ഈ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വോട്ടുകൾ കിട്ടും. പിന്നെ കോൺഗ്രസിനും CPM-നും പറഞ്ഞതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലൊക്കെ വോട്ടുണ്ട്. കേരളത്തിലെ പ്രബലമായ പാർട്ടികളാണ്, സ്വാഭാവികമായിട്ടും അതുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ രീതിയിൽ കിട്ടുന്ന വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഒരു പ്രത്യേക കാരണത്താൽ ഒരു മതവിഭാഗം ഒരു മുന്നണിക്ക് കൂടുതലായിട്ട് വോട്ട് ചെയ്യുന്നു. അതാണ് പോളറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല, അത് അങ്ങനെ അല്ലാതെ രണ്ട് ഭാഗത്തുമായിട്ട് വിഭജിച്ചു പോകുക എന്നുള്ളതാണ്. ഇനി നിയമസഭയിലെ NDAയുടെ സാന്നിധ്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം നമ്മുടെ നിയമനിർമ്മാണ സഭയാണ് നിയമസഭ. സ്വാഭാവികമായിട്ടും അവിടെ എത്തുന്ന MLA-മാരുടെ ഉത്തരവാദിത്വം നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണോ അവിടെ പ്രാതിനിധ്യവും സ്ഥാനവും ഉള്ളത് അവർക്കാണ് സ്വാഭാവികമായിട്ട് അതിൽ ചർച്ചയിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിൽ ഇടപെടാനും സാധിക്കുക. അതിൽ അവിടുത്തെ ഭൂരിപക്ഷം ന്യൂനപക്ഷം സാന്നിധ്യം ഇതൊക്കെ ഘടകവുമാണ്. സ്വാഭാവികമായിട്ടും ജയിക്കുന്ന മുന്നണിക്കാണ് അപ്പർ ഹാൻഡ് ഉണ്ടാകുക. ഗവൺമെന്റാണ് നിയമങ്ങളുടെ ഉണ്ടാക്കിയിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുക. അത് ചർച്ച ചെയ്തിട്ടാണ് പിന്നീട് നിയമനിർമ്മാണം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഭരണ സംവിധാനത്തിൽ പ്രാതിനിധ്യമില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ അസ്തിത്വം നിലനിർത്താൻ കഴിയില്ല. അപ്പൊ NDA സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന എക്സിറ്റ് പോൾ വെച്ചിട്ടുള്ള ആ നമ്പറിലേക്ക് നമുക്ക് മാക്സിമം 13-14 ഒക്കെ പറയുന്നു. ആ നമ്പറിലേക്ക് എത്തിയാൽ പോലും കേരള നിയമസഭയിൽ അതിനുള്ള സാധ്യത കുറയും. കാരണം ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഇതേ കാര്യമാണ് നടക്കുക. അതായത് മഞ്ചേശ്വരത്തോ പാലക്കാടോ ഒക്കെ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നേമത്തോ ഒക്കെ ചെയ്യുന്നത് പോലെ രണ്ട് മുന്നണികളും ചേർന്ന് NDA പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന സാഹചര്യമാണുള്ളത്. അത് നിയമസഭയിലും ആവർത്തിക്കപ്പെടും. പക്ഷേ NDAയുടെ പ്രതിനിധി നിയമസഭയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും
NDA ദേശീയ തലത്തിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ കേരളത്തിന്റെ നിയമസഭയിലും അതിന്റെ ശബ്ദം എത്രത്തോളം കേൾപ്പിക്കാൻ സാധിക്കുമോ അത് കേൾപ്പിക്കാൻ ശ്രമിക്കും. അതായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. അതിനപ്പുറത്തേക്ക് എന്ത് സാധിക്കും എന്നൊക്കെ ഉള്ളത് ഇനി വരുന്ന 5 വർഷമുണ്ട്. നമ്മൾ ഇപ്പൊ ഈ നിയമസഭയുടെ കാലവും അത് കഴിഞ്ഞിട്ടുള്ള കാലമൊക്കെ ഉണ്ട്. അതിന് ശേഷമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുന്നു എന്ന് മാത്രം അനുസരിച്ചിട്ടൊന്നുമല്ല. കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മുന്നണി മാറ്റം ഉണ്ടാകാം, അല്ലെങ്കിൽ ചില MLA-മാര് മാറുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ ആം ആദ്മി പാർട്ടിയൊക്കെ കണ്ടില്ലേ, വലിയൊരു വിഭാഗം MP-മാര് തന്നെ മാറി, രാജ്യസഭാ MP-മാര് തന്നെ മാറി. അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൂടായിക്കൊന്നുമില്ല. അതുകൊണ്ട് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ത് നിയമസഭയിൽ സംഭവിക്കും ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ എന്നുള്ളത്. അത് എന്താ പറയാ, ബൈപ്പോളാറിന്റെ രേണു ചോദിച്ച പോലെ ബൈപ്പോളാർ എന്നുള്ള ഒരു സംവിധാനത്തിന് മാറും എന്നുള്ളത് നമുക്ക് എപ്പോഴും പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ NDA സാന്നിധ്യം ഉണ്ടെങ്കിൽ അതൊരു പ്രകടമായ മാറ്റമായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ തന്നെ ചരിത്രപരമായ ഒരു മാറ്റം. എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അതിന്റെ പ്രകടമായ മാറ്റം നിയമസഭയിലും അലയടിക്കും എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇനി ആരാകും കേരളത്തിന്റെ അടുത്ത പ്രതിപക്ഷ നേതാവ് എന്നതും വലിയ ആകാംക്ഷയാണ്. ഭരണ തുടർച്ചയില്ല എങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ എന്ന വലിയ ചോദ്യം ഉയരുന്നു. ഭരണം തിരിച്ചുപിടിക്കാനായില്ല എങ്കിൽ 100 സീറ്റ് ഇല്ലെങ്കിൽ വനവാസം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള VD സതീശൻ പ്രതിപക്ഷ നേതാവായി തുടരുമോ എന്നൊരു ചോദ്യമുണ്ട്. അവിടേക്ക് മറ്റാരെങ്കിലും എത്തുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. നമ്മൾ വീണ്ടും അതിഥികളിലേക്ക് പോവുകയാണ്. അൻവർ ഷാ പാലോട്, ഭരണ തുടർച്ചയെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതല്ല സാഹചര്യമെങ്കിൽ പ്രതിപക്ഷ നേതാവിനായി പിണറായി വിജയൻ തുടരുമോ എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്താണ് സാധ്യത? താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പിണറായി വിജയൻ 10 വർഷത്തെ ഭരണത്തിന് നേതൃത്വം നൽകിയതിനു ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അങ്ങനെ ഒരു വിധിയാണ് വരുന്നതെങ്കിൽ. രേണുക, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എന്തായാലും ഞങ്ങളിപ്പോൾ പോകില്ല. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ആദ്യം ഞങ്ങൾ നാളെ വോട്ടെണ്ണി കഴിയുമ്പോൾ ഞങ്ങൾ തോക്കണം. അപ്പോൾ ഞങ്ങൾ തോൽക്കില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തമ വിശ്വാസമുണ്ട്. 2016 മുതൽ UDF-നെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയും അതിനുശേഷം VD സതീശനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെ അപ്പുറത്ത് തിരഞ്ഞെടുക്കാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 2011 അത് ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ആ സാഹചര്യത്തിലേക്ക് എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായ ഉറച്ച വിജയപ്രതീക്ഷയാണ്. LDF 3.0 ഉണ്ടാകും. ഈ പറയുന്ന BJP-യെ കുറിച്ച് നേരത്തെ പറഞ്ഞു, BJP ജയിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സീറ്റുകൾ വരും. അങ്ങനെയൊന്നും അവരുണ്ടാകാൻ പോകുന്നില്ല. അവർക്ക് നിയമവും കിട്ടില്ല, പാലക്കാടും കിട്ടില്ല, മഞ്ചേശ്വരവും കിട്ടില്ല. അവർ 0 തന്നെ തുടരും. UDF-നെ സംബന്ധിച്ച് UDF-ന്റെ ചില സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ, അതായത് KK ശൈലജ ടീച്ചർ മത്സരിച്ച പേരാവൂരടക്കം സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് UDF 3ാമതും അധികാരത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ പറ്റിയൊക്കെ അപ്പുറത്തുള്ള ആൾക്കാർ ചർച്ച ചെയ്യട്ടെ. ജനാധിപത്യത്തിൽ ഈ പറയുന്ന വിജയവും പരാജയവും ഉണ്ടാവും. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് എങ്കിൽ പോലും അവസാനം പേരാവൂരിൽ ശൈലജ ടീച്ചർ വിജയിക്കുമെന്ന് പറഞ്ഞത് ഒരു സൂചനയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് അൻവർ ഷാ പറഞ്ഞു നിർത്തിയപ്പോൾ. അങ്ങനെയല്ല. ശൈലജ ടീച്ചറെ സംബന്ധിച്ച് അവിടുത്തെ 2006 മുതൽ 11 വരെ MLA ആയിരുന്നു. പിന്നെ അവിടെ പരാജയപ്പെട്ടപ്പോൾ മാറിയതാണ്. പിന്നീട് ശൈലജ ടീച്ചർ കേരളത്തിൽ ശൈലജ ടീച്ചർ എന്നുള്ള ഒരു വലിയ പോരാട്ടത്തിലേക്കൊക്കെ വന്നതിന് ശേഷം പിന്നെയും അവരുടെ ജന്മനാട്ടിൽ പോയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വിജയിക്കും എന്നുള്ളത്, പാല അടക്കമുള്ള സീറ്റുകൾ ഞങ്ങൾ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ LDF 3.0 വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇടതുപക്ഷം ഭരണ തുടർച്ച ലഭിക്കാതിരിക്കുകയും പേരാവൂരിൽ KK ശൈലജ ജയിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും KK ശൈലജ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രീ N ശ്രീകുമാർ, മുഖ്യമന്ത്രി സ്ഥാനത്തിനായാണ് ഇപ്പോൾ പിടിവലി നടക്കുന്നത്. ഒരു പക്ഷേ ഭരണം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് എങ്കിൽ അവിടെ പ്രതിപക്ഷ നേതാവ് ആര് എന്നതും വലിയ ചോദ്യമാണ്. അതിലും തർക്കമുണ്ടാകുമോ കോൺഗ്രസിൽ? അല്ല, രാഷ്ട്രീയമായിട്ട് നമ്മള് റിസൾട്ട് വരാത്തതുകൊണ്ട് ഭരണപക്ഷത്തെ മുഖ്യമന്ത്രി ആരാണ്, പ്രതിപക്ഷ നേതാവ് ആരാണെന്നൊക്കെ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ജനങ്ങളെ എഴുതിയ വിധി നാളെ പുറത്തു വരുള്ളൂ. പക്ഷെ ഇതുവരെ കിട്ടിയ മറ്റേ നമ്മളുടെ എക്സിറ്റ് പോൾ സർവേകളും പൊതു അഭിപ്രായങ്ങളും ഡിസംബറിലത്തെ തദ്ദേശ ഇലക്ഷനും അതിനുശേഷം നിലമ്പൂർ LDF-ൽ നിന്നും തിരിച്ചു പിടിച്ചതിലും ചേലക്കരയിലെ 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം 12,000-ആയി കുറച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്.
അപ്പൊ അതുകൊണ്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പ്രതിപക്ഷത്താണ്. ആ പ്രതിപക്ഷ നേതാവ് നയിച്ച ഒരു മുന്നണി ടീം UDF അധികാരത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന ചോദ്യം ഉദിക്കുന്നില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഇത്തരം പശ്ചാത്തലങ്ങളുണ്ട്. ഇനിയിപ്പോ രാഷ്ട്രീയമാണ്, ജനവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്നതല്ല, ജനം തോൽപ്പിക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക UDF-നെ മൊത്തത്തില്. അങ്ങനെ ആവുമ്പോഴേ UDF-ന്റെ ഒരു ഇതുണ്ടല്ലോ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്ന് രേണുക ചോദിച്ചതുപോലെ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുക. അതിപ്പോ യാതൊരു സംശയമില്ലാത്ത കാര്യം. അത് ചോദ്യത്തിന് ഉത്തരവാണ് കേട്ടോ, അല്ലാണ്ട് നമ്മുടെ ഈ യാഥാർത്ഥ്യം കാണാതെ 2021 തോൽവിക്ക് ശേഷം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഒഴിയുന്നു. VD സതീശൻ പുതിയ മുഖം അപ്രതീക്ഷിതമായി ആ സ്ഥാനത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരു അപ്രതീക്ഷിത വ്യക്തി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണോ താങ്കൾ കാണുന്നത്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ? അല്ലെ രേണുക, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അങ്ങനത്തെ സാഹചര്യത്തെ നമ്മളിപ്പോ ആ സാഹചര്യം ഇല്ലെന്ന് പറയാൻ കാരണം എന്താ വെച്ചാല്, നമ്മൾ എക്സിറ്റ് പോൾ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. കാരണം എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരു സൂചനയാണ്. ഈ സൂചന കേരളത്തിൽ ഇതേവരെ ഫലിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ സൂചന ഒരു ഡൗട്ട് ശ്രീകുമാറായിട്ട്, അങ്ങനെയാണെങ്കിൽ ഹരിയാനയിൽ നിങ്ങൾ എക്സിറ്റ് പോൾ തള്ളണ്ടേ? അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ശ്രീ അനുരാജ്, എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരാളെ കണ്ടെത്തേണ്ടതില്ല. ഒരു പുതിയ ഫേസ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉണ്ടാകും എന്നതാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഒരു മിനിറ്റ്. ഹരിയാനയിൽ നമ്മൾ പറഞ്ഞ അവിടുത്തെ സാഹചര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ആസാമില് കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, എക്സിറ്റ് പോളിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ആസാമില്. അതായത് ഈ ജയവും തോൽവിയും, ഇപ്പൊ ജയിക്കും പറയുമ്പോൾ എക്സിറ്റ് പോളിനെ പാതിയായിട്ട് അംഗീകരിക്കും ഏത് രാഷ്ട്രീയ പാർട്ടി. ഞാൻ അടിസ്ഥാനപരമായിട്ട് പത്രപ്രവർത്തനം കൂടി എനിക്ക് അതും പറയുന്നതിന് വിരോധമൊന്നുമില്ല. കാരണം എക്സിറ്റ് പോൾ അനുകൂലമാണെങ്കിൽ ശരിയാണെന്ന് പറയും, എക്സിറ്റ് പോൾ എതിരാണെന്ന് പറയും. ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. എന്തായാലും തങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും തള്ളിക്കളയേണ്ട കാര്യമില്ല. ശരി, ശ്രീ അനുരാജ്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. ഈ എക്സിറ്റ് പോളിനെ സംബന്ധിച്ച് രണ്ട് മുന്നണികൾക്കും ആശങ്കയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ FB ബയോയിൽ നിന്ന് ഇപ്പോ മുൻ മുഖ്യമന്ത്രി എന്നുള്ളത് മാറ്റിയിട്ട് CPM പോളിറ്റ് ബ്യൂറോ അംഗമാക്കിയത്രേ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് അവര് ജയിച്ചു കഴിഞ്ഞാൽ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ എങ്ങനെ ബുദ്ധിമുട്ടെന്നുള്ളത് നമ്മൾക്ക് കോൺഗ്രസിന്റെ ചരിത്രം തന്നെയുണ്ട്. നമ്മൾ കോൺഗ്രസ് തനിച്ച് ഭരിക്കാവുന്ന ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം എടുക്കാതെ പട്ടണാണ് പുള്ളി മുഖ്യമന്ത്രിയാക്കിയ സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ലീഗിന് ഇപ്രാവശ്യം കൂടുതൽ സീറ്റ് കൂട്ടും എന്നൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ ഉപമുഖ്യമന്ത്രി പദം വേണമെന്നൊക്കെ ലീഗ് പറഞ്ഞൊക്കെ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാകുമെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസിനകത്ത് തീരുമാനിക്കുന്നതിന് മുമ്പ് UDF-ലാകണം എന്നുള്ളതാണ് UDF-ന്റെ സാഹചര്യം തോന്നുന്നു. ഈ രണ്ട് സാഹചര്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ NDA സംബന്ധിച്ചിടത്തോളം അത്തരം പ്രതിസന്ധികളൊന്നുമില്ല. NDA സംബന്ധിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു സാധ്യതയേ ഉള്ളൂ. ആ സാധ്യത നിയമസഭയിൽ ഉണ്ടാകുക എന്നുള്ളതും, രണ്ടാമത്തത് നിയമസഭയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതും, തുടർന്ന് അങ്ങോട്ട് മെച്ചപ്പെട്ട പ്രവർത്തനത്തിലൂടെ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടം, വിജയം കൈവരിക്കുക എന്നുള്ളതാണ് NDAയുടെ മുന്നിലുള്ള ഏക സാധ്യതയും വെല്ലുവിളിയും. അത് ചെയ്യുന്നതിനുള്ള എല്ലാ തരത്തിലുമുള്ള സന്നദ്ധമായിട്ടാണ് ആ മുന്നണി മുന്നോട്ട് പോകുന്നത്. പുതിയ ഘടകകക്ഷികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഘടകകക്ഷികളും നല്ല ബന്ധത്തിൽ പോകുന്നു. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം NDA സംബന്ധിച്ചിടത്തോളം ഇല്ല. വളരെ ശക്തമായ ഒരു സംവിധാനം, രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ NDA മുന്നണി ഉണ്ടായി വരുന്നു, രൂപപ്പെട്ടു വരുന്നു എന്നുള്ള ദൃശ്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായിരുന്നാലും കേരളത്തിൽ ലഭിക്കുക. അത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദിശാപരമായ മാറ്റത്തിന് കാരണമാകും. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ BJP-യിലേക്ക് വലിയ തോതിൽ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരുടെ ഒക്കെ ഒഴുക്കുണ്ടാവുകയാണ്. ആ ഒഴുക്കിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ. നമ്മൾ അവസാനമായി ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരൊറ്റ ചോദ്യം, മുന്നണി സമവാക്യങ്ങൾ മാറുമോ എന്നത് കൂടിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ശരി, ശ്രീ അൻവർ ഷാ പാലോട്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാകുമോ കേരള കോൺഗ്രസ് മുന്നണി വിടുമോ എന്ന് സംശയിച്ചിരുന്നതാണ്. എന്തായാലും അതുണ്ടായില്ല. പക്ഷേ ഫലം തിരിച്ചാടി ആകുകയാണ് എങ്കിൽ അത്തരം സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടോ? ഒരുപക്ഷെ ഹങ് അസംബ്ലി എന്നൊക്കെയുള്ളത് പറയുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ മുന്നണി സമവാക്യങ്ങൾ മാറാനുള്ള സാധ്യത എത്രമാത്രം? അല്ല, അങ്ങനെ ഒരു മുന്നണി സമവാക്യം മാറേണ്ട സാഹചര്യം 2021 ശേഷം ഉണ്ടായിട്ടില്ല. കാരണം 2021 കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മുന്നണി എന്നുള്ള നിലയിലാണ് CPM-ഉം CPI-യും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസും അങ്ങനെയുള്ള എല്ലാ സോഷ്യലിസ്റ്റ് പാർട്ടികൾ അടക്കമുള്ളവർ മത്സരിച്ച് വിജയിച്ചു വന്നത്. അപ്പം അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ആണല്ലോ നിങ്ങൾ ഈ മുന്നണി ഈ കേരള കോൺഗ്രസിന് നൽകപ്പെട്ട സീറ്റുകളിൽ ഏകദേശം ഒരു പകുതിയിൽ കൂടുതലുള്ള സീറ്റുകൾ അവർ വിജയിച്ചു വരും എന്നുള്ളത് ഈ തവണ പാല അടക്കം വിജയിക്കും എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചോളൂ. പാല അടക്കം വിജയിച്ച് ഈ പറയുന്ന LDF അധികാരത്തിൽ വരുമ്പോൾ കേരള കോൺഗ്രസും അതിൽ കൃത്യമായിട്ടുള്ള മന്ത്രിസഭയിലും നിയമസഭയിലൊക്കെ തന്നെ MLA-മാരും മന്ത്രിമാരായിട്ടും മൂന്നാമതും തിരിച്ചടിയെങ്കിൽ UDF എന്ന സംവിധാനം തന്നെ ആടി ഉലയും എന്നതാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമോ?
അല്ല, അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലെന്നല്ലേ എക്സിറ്റ് പോൾ പറയുന്നത്. അപ്പൊ ആ എക്സിറ്റ് പോളിന്റെ ഭൂരിപക്ഷ എക്സിറ്റ് പോളില് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ അതും ഇതൊക്കെ പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നിഗമനമുണ്ട്, എക്സിറ്റ് പോൾ നിഗമനമുണ്ട്. അത് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് UDF എന്തായാലും നല്ല മെജോറിറ്റിയോടെ അധികാരത്തിലെത്തും. പിന്നെ മറ്റുള്ള ഒന്നും അപ്രസക്തമാണ്. ശരി ശരി, എന്തായാലും നമ്മുടെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നത് കൊണ്ടാണ് വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത 3 അതിഥികൾക്കും. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമർപ്പിക്കുകയാണ് UDF. ശക്തമായ തിരിച്ചുവരവ് അവർ പ്രതീക്ഷിക്കുന്നു. അതേസമയം 75 മുതൽ 80 വരെ സീറ്റുകൾ നേടി അധികാര തുടർച്ചയാണ് ഭരണമുന്നണി പ്രതീക്ഷിക്കുന്നത്. എക്സിറ്റ് പോളുകൾ നൽകിയ വലിയ ആവേശം NDA സംബന്ധിച്ചുമുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം. നാളെ 6 മണി മുതൽ തന്നെ ന്യൂസ് 18 എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി ഈ ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫലമറിയാൻ ന്യൂസ് 18 തുടരുക. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടി കാണാം.